ഹലോ ലവ്ലീസ്, സിമ്പിൾ ബട്ട് പവർഫുൾ, എക്സ്ട്രാ ഓർഡിനറി, ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ നിന്നും എന്നൊരു റിമാർക്ക് ഉണ്ടായിരുന്നിട്ടും വലിയ പ്രതീക്ഷകൾക്കുള്ള സീനുകൾ. എന്തായാലും ഇറ്റ് വെൽക്കം ടു ഡെറി പോലെ സെലക്ട് ചെയ്തതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ സീരീസ് ആയിരുന്നു ഇത്. അടുത്ത് ഈ രാജകുമാരനായിരുന്നു ഡങ്കിന് വിചാരണയിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള വഴി പറഞ്ഞു കൊടുത്തതുപോലും. ഒടുവിൽ ഡെയറിൻ്റെ ഡ്രീം പോലെ ഈ ടാർഗറിയൻ ഡ്രാഗൺ തന്നെ പവൻ ഡങ്കിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചപ്പോൾ ആ ട്രോമ അവനിൽ എത്രത്തോളം ആയിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവൻ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സ്വന്തം താവളമായ എൽമരത്തിന് ചുവട്ടിൽ മോന്തയൊക്കെ ഒരു പരുവമായി അവശനായി കിടക്കുമ്പോൾ ലയണൽ ബാരത്തിയുടെ മുണ്ടവിടെ അയാളുടെ കീഴിലുള്ള ഹീലറായ ഒരു മേസ്റ്ററുമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡങ്കിൻ്റെ ഒടിവ് ചതവ കത്തിക്കുത്തുകളൊക്കെ നോക്കി മരുന്ന് വയ്ക്കാൻ കൊണ്ടുവന്നതാണ് ഈ മേസ്റ്ററെ. കത്തിക്കുത്ത് മാത്രം കൊണ്ട് തന്നെ ശരീരത്ത് 5 കീറ്റിലുണ്ട്, അതുകൂടാതെ സതവുകളും. ലയണലിനെ നോക്കിയാൽ അയാളുടെ കാലിലാണ് പ്രശ്നം. ആരോ മോന്തക്കിട്ട് ചാമ്പിയിട്ടുള്ളതായി ആ കണ്ണ് കല്ലിച്ചിരിക്കുന്നത് കണ്ട് പിടിയിട്ടു. ഹെഡ്ജിനായിട്ട് സാഡാണേലും ബാരത്തിൻ്റെ സന്തോഷത്തിനുള്ള പ്രധാന കാരണം ട്രയൽ ഓഫ് 7 അയാൾക്ക് പോരാടാൻ പറ്റി എന്നതിനെക്കുറിച്ച് ഓർത്തിട്ടാണ്. നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് പുള്ളി. ഇതുപോലൊരു വാഗ്ദാനം ഡഗ് ഒരു സമയത്ത് ഏറെ ആശിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ മനസ്സ് ഇതിലൊന്നുമല്ല. അവനെല്ലാം മതിയായെന്ന പോലത്തെ സിറ്റുവേഷനാണിപ്പോൾ. ഇങ്ങനെ സംസാരിച്ചിരിക്കെ ഇതിനിടയ്ക്ക് മേസ്റ്റർ ഡങ്കിൻ്റെ പള്ളയ്ക്ക് കുന്നം കൊണ്ടുള്ള മുറിവ് കണ്ട് ഞെട്ടി അത്രയും ഭാഗം മോശമായിരിക്കുവാണെന്നും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറയുന്നുണ്ട്. പിന്നെ താൻ എന്ത് മേസ്റ്ററാടോ പന്നെ എന്ന് ലയണൽ തിരിച്ചുവിട്ട ശേഷം വീണ്ടും ഡങ്കിനെ കൂടെ കൂട്ടാനുള്ള സംസാരം തന്നെ. ഒരു വലിയ യുദ്ധം വരാൻ പോവുകയാണെന്നും നമ്മൾ ഒരുമിച്ചാൽ അതിനെ ശക്തമായി നേടാമെന്നൊക്കെ പറയുന്നുണ്ട്. ഡ്രാഗണുകളുടെ കാര്യത്തിൽ ചത്ത ഡ്രാഗൺ മാത്രമാണ് നല്ലതെന്ന് പറയാൻ പറ്റുന്നത്. കാരണം തെണ്ടിത്തരവൊന്നും കാട്ടില്ല എന്ന് ബാരത്തിയൻ ടാർഗറിയൻസിനെ കുറിച്ച് പറയുന്നത് ഡങ്കിന് ദേഷ്യമുണ്ടാക്കുന്നതിന് കാരണം ബെയിലർ തന്നെയാണ്. അദ്ദേഹം തനിക്ക് വേണ്ടി പോരാടി മരിച്ചതുകൊണ്ടാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നും കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാനും ഡങ്ക് ഇമോഷണൽ ആവുന്ന കണ്ട് ചൊറിഞ്ഞു കയറുന്ന ലയണലും. കാരണം അയാളുടെ ചിന്ത ഇങ്ങനെയാണ്: എന്ത് ബെയിലർ, ഹാർഡിങ്ങും ബീസ്ബെറിയുമാണ് ത്യാഗം ചെയ്തത്, താൻ ഉൾപ്പെടെയാണ് നിനക്ക് വേണ്ടി പോരാടിയത്. ബെയിലർ ചെയ്തതെന്താ? അയാളെ സംരക്ഷിക്കാമെന്ന് ശബ്ദം ചെയ്തിട്ടുള്ളവർക്കെതിരെ നിന്നു. തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പിൽ നിന്ന ബെയിലർ ഒരു റിസ്ക്കും എടുത്തിട്ടില്ല. ഞങ്ങളൊക്കെയാണ് നിനക്ക് വേണ്ടി പോരാടിയത്. അയാൾ കാണിച്ച് ഈ ചെറ്റത്തിലാണ് ഈ വിധി വന്നതെന്ന് പറയുന്ന ലയണലിന് പിന്നെന്തുകൊണ്ട് തന്നെ ദൈവം വെറുതെ വിട്ടു എന്ന ഡങ്കിൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. എന്നായാലും വരുന്നെങ്കിൽ വാ, ഞാനവിടെ കൂടാരത്തിൽ തന്നെ കാണാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ലയണൽ ബാരത്തിനോട് വിട പറയാം. ഒരു യുദ്ധം ഉടനുണ്ടാകുമെന്ന് ലയണൽ പറയുന്നത് പോസിബിളി ബ്ലാക്ക് ഫയർ റെബലിയനാണ്. ആഷ്ഫോർഡ് ടൂർണമെൻറ്റിന് 3 വർഷം പിന്നിടുന്ന ആ കാലത്ത് തുടങ്ങുന്ന ബ്ലാക്ക് ഫയറിൻ്റെ 2ാമത്തെ വിപ്ലവം. ഡങ്ക് ആൻഡ് എഗ് നോവലാസിൻ്റെ 3ാമത്തെ സമാഹാരം ഈ ബാക്ക് ഡ്രോപ്പിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഫയർ റെബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സമയങ്ങളിലായി മൊത്തം 5 തവണ ഇങ്ങനെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ മഹാനായ രാജകുമാരൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുവാണ്. ഡങ്ക് മലയോരത്ത് നിന്ന് പുകയെരിയുന്നത് നോക്കി നിൽക്കുമ്പോൾ അത് ബെയിലറിൻ്റെ ശേഷിക്കുന്ന അംശങ്ങൾ ലോകത്തെ വിട്ടു പോകുന്നതാണ്. ട്രയൽ ഓഫ് 7 തുടങ്ങി വെച്ച് ബ്ലെസ്സിങ് കൊടുത്ത ആൻഡലിൻ്റെ ചിഹ്നമുള്ള വസ്ത്രം ധരിച്ച ആ പുരോഹിത തന്നെ സംസ്കാര ചടങ്ങ് നടത്തുമ്പോൾ ആഷ്ഫോർഡിലേക്ക് എത്തിയുള്ള സകല കുടുംബക്കാരുമുണ്ട്. സ്വന്തം ചോരയും അവരുടെ പങ്കാളികളും സുരക്ഷാ സന്നാഹങ്ങളും ഒപ്പം ബെയിലറിൻ്റെ പിതാവും ടാർഗറിയൻ രാജാവുമായ കിങ് ഡെയ്റൻ ദ സെക്കൻഡും പിന്നെ ആഷ്ഫോർഡിലെത്തിയിട്ടുള്ള ചില സാമ്രാജ്യങ്ങളുടെ ഉന്നതരും ഈ ഒരു സംസ്കാര ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. മേക്കയുടെ മുഖത്ത് നല്ല കുറ്റബോധവും പശ്ചാത്താപവും കാണാം. തീർച്ചയായും സ്വന്തം സഹോദരനെ വധിക്കണമെന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല. മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ നടന്നത് ഈ ജീവിതം മൊത്തം ഒരു ബ്ലാക്ക് മാർക്കായി കൂടെ തന്നെ കാണാം. അങ്ങനെ ചടങ്ങിന് ശേഷം എല്ലാം മെരിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ഡങ്ക് അവിടേക്ക് എത്തുന്നുണ്ട്. മകൻ വലാർ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുവാണ്. അവന് പിതാവിനോട് വലിയ സ്നേഹമായിരുന്നു. തൻ്റെ പൂർവികരെക്കാളും ഏറ്റവും നല്ല രാജാവെ വാഴുമെന്ന് വിശ്വസിച്ചിരുന്ന പിതാവിനെ നഷ്ടമായപ്പോൾ അദ്ദേഹം അണിഞ്ഞിരുന്നത് വലാറിൻ്റെ സംരക്ഷണ കവചവും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു എന്നുള്ളത് അവൻ അതിലേറെ വേദനയാണ്. കാര്യം ടോർണി കാണാൻ ക്ഷണം സ്വീകരിച്ചെത്തിയായിരുന്നുവെങ്കിലും ബെയിലറൊന്നും പോരാടണം വന്നതല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആറുമുറം കൈവശം ഉണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് മകൻ്റെ ആറുമുറം കടവെടുത്ത് അണിഞ്ഞ് പോർക്കളത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു പാവം. ഹെൽമറ്റൊക്കെ ഊരാനും ഇടാനും ഇത്തിരി പാടുപെട്ടതും അതൊക്കെ കൊണ്ടാണ്. ഡങ്ക് വലാറിനടുത്തെത്തി അനുശോചനം അറിയിച്ച് ആ മകൻ്റെ സങ്കടം കണ്ട് തിരിച്ച് മെഡോസിലൂടെ നടക്കുമ്പോൾ എല്ലാം പെറുക്കി കിട്ടുന്ന പരിപാടിയാണ്. ഹൗസുകളുടെ എല്ലാം കൂടാരം മടക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ വിൽപ്പനക്കാരും സ്ഥലം കാലിയാക്കുന്നതിന് കാരണം 3 ഉന്നതരുടെ അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാക്കിയ ടോണി തന്നെ അവിടെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴേക്കാണ് ഡങ്കിന് നമ്മുടെ റെയ്മൺ വിളിക്കുന്നത്. സത്യത്തിൽ ഇവനാണ് ദ റിയൽ MVP എന്ന് പറയാം ഈ കഴിഞ്ഞ പോരാട്ടത്തിലെ അല്ലേ. 2 ദിവസം മാത്രം പരിചയമുള്ള ഒരു സുഹൃത്തിനു വേണ്ടി ചെക്കൻ ഒരു നൈറ്റായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. സ്വന്തം കസിൻ ബ്രദറിനും വലിയ പ്രമുഖർക്കുമെതിരെ നിന്ന് പൊരുതുകയും ചെയ്തു. അതും ഒരു പ്രാക്ടീസ് പോലുമില്ലാതെ അവൻ്റെ ഉള്ളിലെ ചങ്കൂറ്റം വെച്ചിട്ട്. ഒരു പാവപ്പെട്ട ആത്മാർത്ഥ സ്നേഹി എന്ന് പറയാം റെയ്മണിനെ. ബെയിലറിനെ അരിച്ച സ്ഥലത്തേക്ക് ഡങ്ക് പോയെന്നറിയുമ്പോൾ റെയ്മണിന് അതിശയമാണ്. എങ്ങനെ അത് കാണാനുള്ള ധൈര്യം ഉണ്ടായി എന്ന് ചോദിച്ചിട്ട്. തീർച്ചയായും ആ ധൈര്യം വന്നല്ലേ പറ്റൂ. സ്വന്തം ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണക്കാരനെ ആ മഹാമനസ്സല്ലേ. റെയ്മണിൻ്റെ കാര്യം നോക്കിയാൽ ഈ ട്രയൽ കഴിഞ്ഞതോടെ അവൻ്റെ കസിൻ സ്റ്റെഫോൺ ടെൻറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഒട്ടുമിക്ക ഫോസോവേസിനുമെതിരെ വിശ്വാസവഞ്ചന നടത്തിയെന്ന് പറഞ്ഞിട്ട്
അതുകൊണ്ട് മറ്റൊരു ടെൻറ്റ് കെട്ടിയാണ് പിന്നീട് അവിടെ നിന്നതെങ്കിലും എന്നാൽ റെയ്മണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹൗസ് ഫോസവയുടെ മറ്റൊരു ബ്രാഞ്ച് താൻ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഗ്രീൻ ആപ്പിൾ ഫോസവേ. മാത്രമല്ല പരിചയ്ക്ക് സ്വന്തമായി ഒരു ചിഹ്നവും കണ്ടെത്തി കഴിഞ്ഞു, ഗ്രീൻ ആപ്പിൾ. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റെഫോൻ്റെ പഴുത്ത് ചെയ്യുന്ന ചുവന്ന ആപ്പിളിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പച്ച ആപ്പിളാണെന്ന് അവന് തോന്നി. റെയ്മണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നത് ഡങ്കിന് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും അവൻ്റെ മനസ്സിൽ ബെയിലർ മരിച്ചതിന് കാരണം താനാണെന്ന് നാട്ടുകാരടക്കം എല്ലാവരും കുറ്റപ്പെടുത്തി നടക്കുമായിരിക്കും എന്നാലോചിച്ചുള്ള വല്ലായ്മയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗൗരവമേറിയ വിഷയം. ടാർഗറിയൻ ഭടന്മാരെത്തിയിട്ടുണ്ട്. റീസൺ മേക്കർ ടാർഗറിയന് അത്യാവശ്യമായി ഡങ്കിനെ കാണണം, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഈ സമയത്ത് നല്ലവനായ റെയ്മണ്ട് നിന്ന് ധീരമായി പറയുന്നുണ്ട്, അത് നടക്കില്ല. ഡങ്ക് ഇപ്പോൾ തന്നെ പരമാവധി അനുഭവിച്ചു, ഇനിയും ഒരു പ്രശ്നത്തിന് അവൻ വരില്ലെന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ സ്നേഹം ഒരു വലിയ കാര്യം തന്നെ. റെയ്മണ്ടിനെ പോലെ ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം. ഡങ്ക് പക്ഷേ റെയ്മണ്ടിനോട് സാരമില്ല സുഹൃത്തെ, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തിട്ട്. അതെന്തിനാണെന്നറിയോ, റെയ്മണ്ട് ഇതിനിടയ്ക്ക് ഒരു ഭാര്യയും കൂടി അങ്ങ് സെറ്റപ്പാക്കി. ടെൻറ്റ് കെട്ടി പ്രത്യേകം മാറിയപ്പോഴേക്കും അടുത്ത് കൂടിയതായിരുന്നു ഈ പെണ്ണ്. തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, പ്രോസ്റ്റിറ്റ്യൂട്ടായ റെഡ്. ഇവളവൻ്റെ പോരാട്ട ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു സാഹചര്യം നിന്നു. മാത്രമല്ല റെയ്മണ്ട് പോരാട്ടം വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ ഇവിടം വരെ എത്തി. എന്തായാലും റെഡ് റെയ്മണ്ട് കൊണ്ടാട്ടിയാൻ പോവുകയാണ്. മാത്രമല്ല അവന് ബോണസ് പോലെ ഒരു കുഞ്ഞിനെയും കിട്ടും. അതെ, റെഡ് ഗർഭിണിയാണ്. അത് അവൻ്റെ കുഞ്ഞാണെന്നും അതിലൂടെ തൻ്റെ പൈതൃകം തുടങ്ങാൻ പോവുകയാണെന്നും പറയുന്നതൊക്കെ കണ്ടിട്ട് ഡങ്കിന് മൊത്തത്തിൽ കിളിപോയ മട്ടാണ്. എന്തായാലും അവന് നല്ല ജീവിതം ആശംസിച്ച് പോകുന്നു. റെയ്മണ്ട് വളരെ നല്ലവനാണ്, സ്നേഹമുള്ളവനാണെന്നൊക്കെ അറിയാം. ഇതിപ്പോൾ ഒരു മണ്ടനോടാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആഷ്ഫോർഡ് കൊട്ടാരത്തിലേക്ക് ഒരിക്കൽ കൂടി കയറി ചെല്ലുമ്പോൾ മുന്നൊരിക്കൽ കടന്നു കയറിയ സമയത്ത് അവിടെ ബെയിലറും സഹോദരനും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മേക്കർ മാത്രം. മേക്കർ വിളിപ്പിച്ചത് മെയിനായിട്ട് ഒരു പ്രൊപ്പോസലിനെ പറ്റി പറയാനാണ്. പക്ഷെ അതിനു മുന്നേ തൻ്റെ സഹോദരനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഡങ്കിനെ പോലെ മേക്കറും ചിന്തിക്കുന്നു. ജനങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നത് താൻ സഹോദരൻ ബെയിലറെ മനഃപൂർവ്വം കൊന്നു എന്നായിരിക്കും. മരണം വരെയും ഇങ്ങനൊരു സംസാരം കേൾക്കേണ്ടി വരും. പക്ഷേ സത്യം ദൈവത്തിനറിയാം, തനിക്കങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, മേക്കർക്ക് രാജാവാകാൻ വേണ്ടിയിട്ടാണ് ബെയിലറിനെ മനഃപൂർവ്വം കൊന്നതെങ്കിൽ സിംഹാസനത്തിലേക്ക് ഇനിയും 6 പേരുടെ ദൂരമുണ്ട്. സോ അതെന്തായാലും അല്ല. മേക്കറുടെ പിന്നുള്ള ചിന്ത ഭാവിയിൽ രാജാവ് മരിക്കുമ്പോഴും നാട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ജനങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യം ബെയിലർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു എന്നായിരിക്കും. കേവലം ഒരു ഹെഡ്ജ് നൈറ്റിന് വേണ്ടിയാണ് തൻ്റെ സഹോദരൻ ജീവൻ വെടിഞ്ഞത് എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ അമർഷം മേക്കർ ദുഃഖത്തോടെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ ഒരു നിമിഷം ഡങ്കും കുറ്റബോധം വെച്ച് സംസാരിക്കാതെ പറയുന്ന കാര്യം, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ലോകത്ത് ചില നേരങ്ങളിൽ രാജാവിനെയോ രാജകുമാരന്മാരെക്കാൾ ഏറ്റവും ആവശ്യം വരുന്നത് ഒരു ഹെഡ്ജ് നൈറ്റിനെ ആയിരിക്കും എന്ന് ഡങ്ക് നിന്ന് പറയുമ്പോൾ അതിനെ മേക്കർ ഇമോഷൻ വിടാതെ അപഹസിക്കുന്നതൊക്കെ ചേമ്പണ്ണ പുറത്തായി പമ്മിയിരുന്ന ഒരാൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ എഗ്ഗ്. സത്യം പറഞ്ഞാൽ ഈ മീറ്റിംഗ് തന്നെ എഗ്ഗിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഉണ്ണിക്കുട്ടന് ഡങ്കിന് മേൽ ഏറെ പ്രിയം തോന്നിയിരിക്കുന്നത് മൂലം അവനെ ഡങ്ക് സഹചരനായി ഏറ്റെടുക്കണം, പരിശീലിപ്പിക്കണം എന്നൊരു ഓഫർ എടുത്തു വയ്ക്കുന്ന മേക്കർ പറയുന്ന മറ്റൊരു കാര്യം, അള്ളാൻ കുറേ പഠിപ്പിച്ച് തന്നിരിക്കാൻ തീർച്ചയായും. പക്ഷേ ഡങ്കിന് ഇനിയും കുറേ പഠിക്കാനുണ്ടെന്നും എഗ്ഗിനെ പരിശീലിപ്പിക്കാൻ എടുക്കുന്ന ആ സമയം തൻ്റെ നൈപുണ്യമേറെ ഗുരുതാനെ കൊണ്ട് ഡങ്കിനെ ട്രെയിൻ ചെയ്ത് എക്സ്പേർട്ട് ആക്കാമെന്നൊരു കണ്ടീഷൻ പറയുന്നു. എഗ്ഗ് എന്തായാലും രാജാവാകാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണെന്ന് മേക്കർക്കറിയാം. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ മേക്കർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. ഈ മേക്കറുടെ തന്നെ മൂന്നാമത്തെ മകൻ എയ്മൺ ടാർഗറിയൻ. എയ്മണും രാജാവാകാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ അവനെ സിറ്റാഡലിലേക്ക് അയച്ച് നല്ല പ്രാവീണ്യമുള്ള മേസ്റ്റർ ആകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുന്നേ ഒരു എപ്പിസോഡിലായി പറയുന്നുമുണ്ട്. അത് നമ്മുടെ റെയ്മണ്ടാണ് ഡങ്കിനോട് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഡങ്കിനോട് സമ്മർ ഹോളിലേക്ക് ടാർഗറിയൻസിനൊപ്പം വരാനായി സന്നദ്ധ പ്രകടിപ്പിക്കുമ്പോൾ ഏതൊരു ഹെഡ്ജ് നൈറ്റും ആ വാചകത്തിന് പിന്നിൽ പല അർത്ഥങ്ങളുണ്ട്. തന്മൂലം ഒരു പ്രിൻസിൻ്റെ ജീവൻ പോയതിൽ മാത്രമല്ല, ഒപ്പം തന്മൂലം ഇനി എഗ്ഗിനും ഒന്നും സംഭവിക്കരുതെന്ന ചിന്തയും അതിലുണ്ട്. മുന്നേ ലയണലിൻ്റെ ഓഫർ നിരസിച്ച പോലെ ഈ വൺ ടൈം ഓഫറിന് മുഖം തിരിച്ച് നടക്കുന്ന ഡങ്കിനെ ഒടുവിൽ കാത്തു നിൽക്കുന്നത് എഗ്ഗാണ്. അകത്ത് പറഞ്ഞെല്ലാം കേട്ടോന്ന് തിരക്കുമ്പോൾ ഇല്ലെന്ന് മറുപടി കൊടുത്തിട്ട് നല്ല വേദനയുണ്ടോ സാർ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവന് പ്രതികരിക്കാൻ വയ്യ. കാരണം മതിയായി എന്ന മട്ടാണ് എഗ്ഗ് മൊത്തമുള്ള സംസാരവും സമയവും ഒക്കെ. എഗ്ഗും ആ നീരസത്തിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മളൊരു വലിയ സത്യം അറിയുവാണ് ഒരു കൊച്ചു ഫ്ലാഷ് ബാക്കിലൂടെ. അതറിയും മുന്നേ ഒരു കാര്യം, ഈ സംഭവങ്ങളെല്ലാം നടന്നത് ആഷ്ഫോർഡ് കിങ്ങിൻ്റെ പുത്രി ഗ്വിന്നിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചായിരുന്നല്ലോ. മുമ്പൊരിക്കൽ കൊട്ടാരത്തിൽ കയറിയ വഴിക്ക് ഡങ്കിൻ്റെ മുന്നിൽ ഈ പുത്രി വന്നതുപോലെ ഇപ്പോഴും വരുവാണ്. പക്ഷെ അന്നത്തെ പോലെ കുറുമ്പ് കാട്ടാനല്ല, ഒരു സോഫ്റ്റ് സൈഡ്. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും എല്ലാം കാരണം എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്നും എന്ത് പറഞ്ഞു വേണമെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോളൂ എന്ന് നിൽക്കുമ്പോൾ ജസ്റ്റ് എല്ലാത്തിനും നന്ദിയെന്ന് മാത്രം പറഞ്ഞവൻ ഗ്വിന്നിനെ വിടുന്നു. അപ്പോൾ ആ ഷോക്കിംഗ് ട്രൂത്ത്, ഈ ഡങ്കില്ലേ സത്യത്തിൽ ഇവനൊരു കള്ളനാണ്. കാരണം ആരും ഇവനെ നൈറ്റ് ആക്കിയിട്ടില്ല. അള്ളൻ യോദ്ധാവയെ പ്രഖ്യാപിച്ചിട്ടേ ഇല്ലേ, മുന്നേ ലയണൽ റെയ്മനെ ചെയ്ത പോലെ. ഇവർക്കെല്ലാം മുന്നിൽ ലയണൽ പറഞ്ഞപ്പോഴും ഇപ്പോൾ മേക്കർ പറഞ്ഞപ്പോഴുമുള്ള അവൻ്റെ പരുങ്ങലിൻ്റെ കാരണം ഇതായിരുന്നു. നിസ്സഹായതയിൽ ജീവിക്കാൻ പറഞ്ഞ ഒരു കള്ളമായിരുന്നു താനൊരു ഹെഡ്ജ് നൈറ്റ് എന്ന ഭാവത്തിൽ എല്ലാവർക്കും മുന്നിൽ നടന്നത്. ഒരെൽമരത്തിൻ്റെ ചൂട്ടിലായി യോദ്ധാക്കളെക്കുറിച്ചുള്ള കഥ പറഞ്ഞിരിക്കെ ഡങ്ക് ചോദിച്ചിരുന്നു ആർലനോട്,
എന്തുകൊണ്ടാണ് സാർ ഒരു നൈറ്റായി എന്നെ പ്രഖ്യാപിക്കാത്തത്? ഞാൻ പോകുമെന്ന് ഭയന്നാണോ എന്നൊക്കെ. അതിന് ആശാൻ്റെ മറുപടി ഒരു നീണ്ട മൗനമായിരുന്നു. ആ മൗനം കണ്ട് ഇനി ആശാൻ മരിച്ചുവെന്ന് വരെ തോന്നിപ്പോയൊരു മൗനം. എന്തായാലും ഒരു കാര്യം, ആ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഈ സംസാരത്തിന് ശേഷം അധികം വൈകാതെ അർലാൻ മരിച്ചിട്ടുണ്ടാകണം. ഇവിടെ വെച്ചാണ് ഡങ്ക് ആശാനെ അടക്കം ചെയ്യുന്നതായി തുടക്കത്തിൽ കാണിക്കുന്നതൊക്കെ. ഇനി മരിക്കുന്നതിന് മുന്നോടിയായി അർലാൻ ഡങ്കിനെ നൈറ്റായി പ്രഖ്യാപിച്ചെന്ന് പറയാനും പറ്റില്ല. അവിടെ നമുക്ക് തിയറീസിനുള്ള സ്പേസ് ഇട്ട് തന്നിരിക്കുകയാണ്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ അർലാൻ ദ പെന്നി ട്രീ പറഞ്ഞു കൊടുക്കുന്ന ആ കഥ എന്തെന്ന പെന്നി ട്രീയെക്കുറിച്ചാണ്. ആശാൻ്റെ ആ സ്ഥലത്തിന് അങ്ങനെ പേര് വരാൻ കാരണം അവരുടെ നാട്ടിലായി ഒരു കൂറ്റൻ ഓക്കുമരം ഉണ്ടായിരുന്നു. അവിടുന്ന് യുദ്ധത്തിന് പോകുന്നവരെല്ലാം ഈ മരത്തിലൊരു നാണയങ്ങൾ പെന്നി അടിച്ചു തറച്ചു വയ്ക്കുമായിരുന്നു. ഒരു ശുഭാപ്തി വിശ്വാസമാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഈ പെന്നി തിരിച്ചെടുക്കുമെന്നുള്ള വിശ്വാസം. എന്നാൽ മിക്കവരും തിരിച്ചു വന്നിട്ടുമില്ല. പെന്നി എല്ലാ ഓക്കുമരത്തിലായി ശേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അർലാൻ ആശാൻ്റെ സ്ഥലത്തിന് പെന്നി ട്രീ എന്ന പേര് വന്നത്. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഡങ്ക് റെയ്മണുമൊത്തൊരു പാർട്ടിയിലിരിക്കുന്നതായി കാണുമ്പോൾ സംസ്കാര ചടങ്ങാണ് സർ ഹംഫ്രി ബീസ്ബെറിയുടെ. ബീസ്ബെറി ആയതുകൊണ്ട് തന്നെ ആളുടെ ശവപ്പെട്ടിയിൽ മൊത്തം ബീസാണ്. അവിടെ ഒരു വിചിത്ര ആചാരം. റാണി തേനീച്ചയെ പെട്ടിയിൽ കൊണ്ടിട്ടതോടെയാണ് മറ്റു തേനീച്ചകളെല്ലാം കൂടി പൊതിഞ്ഞു വന്ന് ആശ്ചര്യപ്പെട്ടത് നോക്കി നിൽക്കുന്ന റെയ്മണോട് വൈഫ് പറഞ്ഞു കൊടുത്ത് 2 കിസ്സൊക്കെ കൊടുത്തങ്ങനെ നിൽക്കുമ്പോഴാണ് ഡങ്ക് അവിടെ ഒരാളെ കാണുന്നത്. ഡെയറൻ ദ ഡ്രങ്കൻ. ഈ ബീസ്ബെറി ഉൾപ്പെടെയുള്ളവർ അവൻ മൂലം മരണപ്പെട്ടതാണെന്നും ഈ ചടങ്ങിന് വന്നതിന് നാണമില്ലെന്നും ഡങ്ക് ചെന്ന് ദേഷ്യം ചോദിക്കുമ്പോൾ ഡെയറൻ സത്യത്തിൽ എഗ്ഗിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. എഗ്ഗിനെ സാഹചര്യമാക്കാൻ ഡെയറിനെ അഭ്യർത്ഥിക്കുന്നതിന് പിറകെ മറ്റൊരു അനിയനായ ഏരിയോണെക്കുറിച്ച് കൂടി പറയുകയാണ്. കാരണം ഡങ്കിൻ്റെ ദേഷ്യത്തിൻ്റെ മൂലകാരണം അവനാണല്ലോ. ഏരിയോൺ എല്ലായ്പ്പോഴും ഇങ്ങനെ അല്ലായിരുന്നു. നല്ലൊരു കുഞ്ഞനുജനായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷേ കാലവും അഹന്തയും മാറ്റിയതാണ് അവനെ. കുട്ടിക്കാലത്ത് നല്ലൊരു തുണ ഉണ്ടായിരുന്നതിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഏരിയോണെ നോക്കിയാലോ? ആൾ മരിച്ചിട്ടില്ല. തീരെ ആവശ്യനായി കട്ടിൽ കിടപ്പാണ്. യവനെ ഇനി കുറച്ചു കാലത്തേക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് അയക്കാൻ പോവുകയാണെന്നും അങ്ങനെയും മനസ്സ് മാറട്ടെ എന്ന് മുന്നേ സംസാരിച്ച വഴിക്ക് മേക്കർ ഡങ്കിനോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഡെയറൻ കുട്ടിക്കാലത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഡങ്കിന് റയവുണ്ടാക്കുമ്പോൾ കൊട്ടാരത്തിൽ എഗ്ഗ് ഒരു അറ്റാക്കിന് മുതിരുന്നു. മൊട്ടത്തലയിൽ മുടി വീണ്ടും വന്നു തുടങ്ങുന്നത് കണ്ട് അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഏരിയോണാണ്. മുമ്പൊരിക്കൽ വെറുതെ ആണെങ്കിലും പറഞ്ഞിരുന്നില്ലേ തൻ്റെ സഹോദരൻ ഏരിയോണെ പോലെ തോന്നിക്കാതിരിക്കാനാണ് മുടി കളഞ്ഞതെന്ന്. ഇപ്പോൾ ഏരിയോണെ ഓർമ്മ വന്ന് കടുത്ത ദേഷ്യത്തിൽ, ഒരു കത്തിയുമായി കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവൻ കിടക്കുന്ന മുറിയിൽ വന്ന് വിറച്ചു നിൽക്കുമ്പോൾ മേക്കറും അവിടെ ഇതെല്ലാം കണ്ട് മിണ്ടാതെ തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിനും അറിയാം എഗ്ഗിൻ്റെ ഉള്ളിലെ ഏരിയോണുള്ള ദേഷ്യം. മേക്കർ അടുത്തേക്ക് വന്ന് നിൽക്കെ ചെക്കൻ കത്തി താഴിയിട്ട് പിതാവിനെ ചാരി നിൽക്കെ ബടൻ വന്ന് പറയുകയാണ് ഡങ്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്ന് നിൽപ്പുണ്ടെന്ന്. എഗ്ഗിനെ സാഹചര്യമായി കൂടെ കൂട്ടാം എന്ന സന്തോഷ വാർത്ത. ഡെയറിൻ്റെ സംസാരത്തിൽ നിന്ന് ഡങ്കിന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയപ്പോൾ എന്നാൽ അത് സമ്മർലാൻഡ്സിൽ നടക്കില്ല. മറിച്ച് ഡങ്കിനൊപ്പം ഒരു ഹെഡ്ജ് നൈറ്റിനൊപ്പം അവരെങ്ങനെ വിധികൾ പരിശീലിച്ചെടുക്കുന്നുവോ അതുപോലെ പരിശീലിപ്പിച്ചെടുക്കാം. സത്രത്തിൽ കഴിയേണ്ടി വരും, ചിലപ്പോൾ തൊഴുത്തിൽ കിടന്നുറങ്ങേണ്ടിയും വരും. അങ്ങനെ ഒരു സഞ്ചാരിയായ ഹെഡ്ജ് നൈറ്റിൻ്റെ സാഹചര്യമായി എഗ്ഗിനെ വിടാൻ തയ്യാറാണെങ്കിൽ താൻ തയ്യാറെന്ന് ഡങ്ക് നിൽക്കുവാണ്. മേക്കർ എന്ത് പറയും? തീർച്ചയായും പിതാവിന് ഇത് അംഗീകരിക്കാനേ തോന്നുന്നില്ല. അയാൾ തൊട്ട് സമ്മതിക്കില്ല. കാരണം ഡ്രാഗൺ ബ്ലഡ് സിരകളിലൂടെ ഓടുന്ന തൻ്റെ മകനാണ് അവനെന്നും ഏതെങ്കിലും തുരങ്കത്തിൽ കിടന്ന് ഉറങ്ങാനോ ഉപ്പിലിട്ട് ബീഫ് കഴിക്കാനോ അവനെ സമ്മതിക്കില്ലെന്നും പിതാവ് കട്ടയിൽ തന്നെ പറയുന്നതിന് ഡങ്കിൻ്റെ ഒരു മറുപടിയുണ്ട്. അങ്ങയുടെ മൂത്ത മകൻ ഡെയറൻ തുരങ്കത്തിൽ കഴിഞ്ഞിട്ടില്ല. ഏരിയോൺ കഴിച്ചിട്ടുള്ളത് നല്ല ശുദ്ധമായ ഇറച്ചിയും. ഇതുകൊണ്ട് അവൻ അർത്ഥമാക്കുന്നത് വേറൊന്നുമല്ല, അത്രയും സുഖസൗകര്യം കൊടുത്തിട്ടുള്ള മേക്കറെ നിങ്ങളുടെ ഈ 2 മക്കളും എന്തുകൊണ്ട് ഇങ്ങനെയായി തീർന്നു എന്നാണ്. ഇത് നല്ലോണം മനസ്സിലാക്കി തന്നെ മേക്കർ വികാരധീനനായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എഗ് അവനെൻ്റെ അവസാനത്തെ മകനാണ്. അതായത് മേക്കറിന് ഇനി ആകെയുള്ള പ്രതീക്ഷ എഗ് ആണെന്ന്. അങ്ങനെ ആ സംഭാഷണം എങ്ങും എത്താതെ തീരുമ്പോൾ ഡങ്കിനുള്ള ജീവിതം അത് മുന്നത്തെ പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നീണ്ടങ്ങനെ കിടക്കുവാണ്. എങ്ങോട്ടെന്ന് തീരുമാനിക്കാത്ത അടുത്തൊരു ഏകാന്ത യാത്ര തുടങ്ങാൻ വേണ്ടി 2 കുതിരകളുടെ മേൽ ബാണ്ടക്കെട്ട് കെട്ടുന്നു. 2 കുതിര. അപ്പോൾ മൂന്നാമത്തേത് യെസ്, സ്വീറ്റ് ഫുഡ്. അവളെ റിലീസ് ചെയ്യാണ്ടിരുന്നതിൽ നല്ല സങ്കടമായനെ. റെയ്മണേ ലവ് യു മുത്തേ. എന്ത് നല്ല മനസ്സുള്ള ഒരു ക്യാരക്ടറല്ലേ മണ്ടനാണേലും. സ്വീറ്റ് ഫുഡിനെ അതിൻ്റെ ശരിയായ കൈകളിൽ എത്തിച്ച ശേഷം ലൈലിൻ്റെ മുത്ത് ഡങ്ക് പോകുന്നതിനെക്കുറിച്ച് കേട്ടതായി റെയ്മൺ പറയുന്നതിലും അവനതിൽ താല്പര്യമില്ലെന്നും താൻ ഇവിടെ ഇങ്ങനെ തന്നെ പഴയ പോലെ അങ്ങ് പോവുകയാണെന്നും ആത്മസുഹൃത്തിനെ അറിയിക്കുന്നു. റെയ്മൺ അവൻ്റെ പിതാവിൻ്റെ ആഗ്രഹം വെച്ച് ആപ്പിൾ പഴം ഉപയോഗിച്ചുള്ള അവരുടെ സിഗ്നേച്ചർ വാറ്റിൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള കൂട്ടത്തിലാണ്. എത്ര കൊടുത്താലും മതിയാവാത്ത ഈ സുഹൃത്തിന് ഡങ്ക് അവിടെ ചെയ്യുന്ന ഒന്ന് തൻ്റെ പ്രിയപ്പെട്ട സ്വീറ്റ് ഫുഡിനെ റെയ്മണിന് കൊടുക്കുകയാണ്. റെയ്മൺ അതൊരിക്കലും വേണ്ടെന്ന് നിൽക്കുന്നതിലും ഡങ്കിന് അത്രമേൽ കടപ്പാടുള്ള ഈ ആത്മസുഹൃത്തിന് നൽകുമ്പോൾ സ്വീറ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം അന്ന് അവളെ വിറ്റ ശേഷം കിട്ടിയ തുകയിൽ നിന്ന് നാണയം കൊടുത്തിട്ട് ഡങ്ക് പറഞ്ഞിരുന്നു അവൾക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കണമെന്നും ആപ്പിളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എത്തിയിട്ടുള്ള കൈകളെപ്പറ്റി പ്രത്യേകം പറയണ്ടല്ലോ. സ്വീറ്റ് ഫുഡിന് ഇനി ധാരാളം ആപ്പിളുകൾ കഴിക്കാം. ഡങ്ക് അങ്ങനെ ഒരു പുതിയ യാത്രയ്ക്ക് തിരിക്കും മുന്നേ അവൻ്റെ തവളം വരുന്ന ആ എൽമരത്തിൽ ഒരു നാണയം അടിച്ചു തെറപ്പിച്ച് വയ്ക്കുന്നു. ആർലൻ ദ പെന്നി ട്രീയുടെ ഓർമ്മയ്ക്ക്, പെന്നി ട്രീ എന്ന നാടിൻ്റെ ഓർമ്മയ്ക്ക്.
ഒരു നാൾ ഞാൻ തിരിച്ചു വരും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ. അങ്ങനെ തിരികെ പോകാനൊരുങ്ങുന്ന നിമിഷം അതാ ചാടി മുന്നിൽ വന്ന് നിൽക്കുന്ന ഉണ്ണിക്കുട്ടന്. ടാർഗറിൻ വേഷത്തിൽ നിന്നും വീണ്ടും പഴയ സഹചരൻ്റെ വേഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പറയുന്നത് തൻ്റെ വിശാല മനസ്കനായ പിതാവ് ഡങ്ക് പറഞ്ഞ പോലെ ഒരു ഹെഡ്ജ് നൈറ്റിൻ്റെ സഹചരനാവാൻ അനുവാദം തന്നു വിട്ടു എന്നും. പുറമേ ഭാവമാറ്റമൊന്നും ഇല്ലെങ്കിലും ഡങ്കിനിത് വലിയ സന്തോഷമുള്ള കാര്യവും. അങ്ങനെ അവർ ആ പ്രകൃതി രമണീയമായ ആഷ്ബോർഡിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ്റെ അശ്വമായി ചെസ്നട്ടിനെ കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഇനി എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് ഈ 7 സാമ്രാജ്യങ്ങളുള്ള ലോകത്ത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാമെന്ന് പറയുന്ന ഡങ്കിനെ എഗ്ഗ് തിരുത്തുവാണ്. 7 അല്ല സാർ, 9 സാമ്രാജ്യങ്ങൾ, 9 കിങ്ഡംസ്. കുഴങ്ങി നിൽക്കുന്ന ഡങ്കിനോടായി എഗ്ഗ് 9 കിങ്ഡംസിനെ പേര് പറയുവാണ്. ക്രൗൺ ലാൻഡ്സ്, വെസ്റ്റേൺ ലാൻഡ്സ്, സ്റ്റോം ലാൻഡ്സ്, റിവർ ലാൻഡ്സ്, ദ അയൺ ഐലൻഡ്, ദ നോർത്ത്, ദ റീച്ച്, പിന്നെ ദ വെയിൽ ഓഫ് ആരിനും ഡോണും. ഡങ്ക് അന്തിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം 7 കിങ്ഡംസ് എന്ന് പറഞ്ഞാലും 9 കിങ്ഡംസ് എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ വെച്ച് കറക്റ്റാണ്. 7 എന്നുള്ളത് ഏഗൺ ദ കോൺഗറിൻ്റെ കോൺഗ്രസ് സമയത്ത്, അതായത് 200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഭൂമിശാസ്ത്ര പ്രകാരമുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പല പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 9 കിങ്ഡംസ് ഉണ്ടെന്നുള്ള എഗ്ഗിൻ്റെ ഉറപ്പിനെ തള്ളിക്കളയാനും കഴിയില്ല. റെഡ് മൗണ്ടൻസിനപ്പുറമുള്ള ഡോണിലേക്ക് ഞാൻ പോയിട്ടില്ലെന്നും അവിടെ നല്ല ബൊമ്മകളിലേക്ക് കാണുമെന്നും ഈ വികൃതി കുട്ടം പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ഇൻഡയറക്റ്റായി ഡങ്കിന് ഇഷ്ടമുള്ള ടാൻസലിനടുത്തേക്ക് പോകാൻ തന്നെയാണ് എല്ലാം അറിയുന്ന ഉണ്ണിക്കുട്ടൻ പറയുന്നത്. മുന്നേ ടാൻസലിനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് കടത്തിയത് ഡോണിലേക്കാണെന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ ആ ഹീലിംഗ് നിമിഷങ്ങളിലൂടെ ഇരുവരും യാത്ര തുടരുമ്പോൾ സ്വന്തമായി സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും വഴിയിലേക്ക് പോകുന്ന ആർലൻ്റെയും സ്ട്രീറ്റ് ഫുഡിൻ്റെയും ഒരു സിംബോളിസം കൊണ്ട് നമ്മൾ ഈ ഒരു മനോഹര സീരീസിൻ്റെ ആദ്യ സീസൺ നിർത്തുവാണ്. അതിനു മുന്നേ ഒരു കാര്യം, ആഷ്ഫോർഡ് മെഡോസിൽ നിന്ന് ടാർഗറിൻ ടീമും പെട്ടിയും കിടക്കെടുത്ത് പോകുന്നത് കൂടി കാണുമ്പോൾ കിട്ടേണ്ടതെല്ലാം കിട്ടിയിരിക്കുന്ന ഏരിയോണയും കയ്യിലൊരു മദ്യക്കുപ്പിയുമായി കുതിരപ്പുറത്തു നിന്ന് പോകുന്ന ഡെയ്റണയും കണ്ട് പിന്നാലെ എന്തോ കളഞ്ഞുപോയ മുഖത്തോടെ നടക്കുന്ന മേക്കറും. ആ തിരയുന്നത് വേറെ ആരുമില്ല, എഗ്ഗിനെയാണ്. ഡങ്കിൻ്റെ കൂടെ പോയിട്ടുള്ളത് മേക്കർ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ ഒളിച്ചോടി എത്തിയതാണ്. മുന്നേ ഡങ്ക് സഹജനാക്കാമെന്ന് പറഞ്ഞത് ഒളിഞ്ഞു നിന്ന് കേട്ടപ്പോഴേ തീരുമാനിച്ചിറങ്ങിയതാണ് ഉണ്ണിക്കുട്ടൻ. അവൻ ആരാ മോൻ, ഏത് പുറത്തി പോയി ഒളിച്ചിടവൻ എന്ന് ശുഭിതനായി കുതിരപ്പുറത്ത് പായുന്ന മേക്കറിൽ ഈ സീസണിൻ്റെ സമാപനം. ഹൃദയഹാരിയായ ഒരു രസകരവും ഇമോഷണൽ ആയിട്ടുള്ള യാത്രയായിരുന്നു നമുക്ക് ഈ സീരീസ് അല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഡങ്കനെതിരെ മിസ് ചെയ്ത് തുടങ്ങി. GOT, ഹൗസ് ഓഫ് ദി ഡ്രാഗണിലെ പോലെ വലിയ ആർഭാടകരമായ പോരാട്ടങ്ങളും രക്തചീന്തലുകളും ഒന്നും ഇല്ല. വെയിറ്റിംഗ് പുതിയൊരു മോൺസ്റ്റർ സീരീസുമായി അപ്പോൾ വീണ്ടും കാത്തിരുന്ന് കാണാം. ടേക്ക് കെയർ, ബൈ.